കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ തസ്തികയിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് എത്ര സാലറി ആയിരിക്കും ഈ ഒരു മാസം ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് KW ഓപ്പറേറ്ററിന്റെ നമ്മൾ സാലറി സ്കെയിൽ പറയാറുണ്ട്, പേ സ്കെയിൽ, അതേപോലെ തന്നെ DA, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മളൊരു സാലറി സ്ലിപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ KW ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഇതൊരു IT ലെവൽ പോസ്റ്റ് ആണ്, ഇതൊരു ബിഗിനർ പോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ സാലറി ഒക്കെ വളരെ കുറവായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് ITI ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മികച്ച സാലറി തന്നെയാണ് ഒരു KW ഓപ്പറേറ്റർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാരണം കൊണ്ടൊന്നും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. അത് KW ഓപ്പറേറ്റർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പോസ്റ്റിൻ്റെയും പ്രിപ്പറേഷൻ ടൈമിൽ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അത്തരം പോസ്റ്റുകളെ കുറിച്ചുള്ള ന്യൂസുകളും അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊരു താല്പര്യമുണ്ടാവും. ഞാനിപ്പോൾ റെയിൽവേ എക്സാംസിനൊക്കെ പഠിച്ച സമയത്ത് ഞാനും അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസുകൾ കാണാറുണ്ടായിരുന്നു. കാരണം അത്തരം വീഡിയോസുകൾ ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ ഉണ്ടാവും. അതായത് നമുക്ക് ആ ഒരു പോസ്റ്റിന്റെ സാലറി, അല്ലെങ്കിൽ അതിൽ നമുക്ക് ലഭിക്കാനുള്ള പ്രൊമോഷൻസ്, അതേപോലെ തന്നെ അതിൽ നമുക്ക് ലീവുകൾ അല്ലേ. ഇപ്പം നമ്മളൊരു ജോലി കിട്ടുമ്പോൾ, നമ്മളൊരു ജോലിക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് അതിന് എത്ര ലീവ് കിട്ടുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ അതിന്റെ ജോബ് നാച്ചർ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് ഇത്തരം വീഡിയോസുകളിലൂടെയാണ്. അതായത് ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്യുന്നത് എന്തിനാന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ റീസൺ ആണ്, നിങ്ങൾ ഈ പോസ്റ്റിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഒരാളുടെ സാലറി സ്വാഭാവികമായിട്ടും ആൾക്കിപ്പോൾ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് വന്നിരിക്കുന്ന സാലറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പേ സ്ലിപ്പ്, ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര സാലറി വന്നിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ബേസിക് പേ എന്ന് പറയുന്നത് 27,900 ആണ്. ഓക്കെ, ബേസിക് പേ വന്നിരിക്കുന്നത് 27,900 ആണ്. മികച്ചൊരു ബേസിക് പേ തന്നെയാണ് അല്ലേ. അതേപോലെ ഡിയർനെസ് അലവൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 6,138 ആണ്. ഓക്കെ, അതേപോലെ HR എന്ന് പറയുന്ന സമയത്ത് 2,790 ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ, നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകളുണ്ട്. സോ അത്തരം സമയങ്ങളിലൊക്കെ കൂടുതൽ സാലറീസ് വരാറുണ്ട്. ഇത് അങ്ങനെയൊന്നും എടുക്കാത്ത ഒരാളുടെ പേ സ്ലിപ്പാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്നത് 36,828 എന്ന് പറയുന്ന ഒരു സാലറിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ITI ലെവൽ ജോബിന്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടും. അതായത് ആസ് കമ്പയർഡ് ടു മറ്റു ബ്രാഞ്ചസ്, ബിടെക് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ITക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാലും സാലറി കുറവായിരിക്കും എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്. പക്ഷേങ്കിൽ KW ഓപ്പറേറ്റർ തസ്തികയിൽ അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 36-ൽ തന്നെ ചില ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒരു 500, അതേപോലെ NPS-ലേക്ക് ഒരു 3,400, പിന്നെ PF KWA മന്ത്ലി എന്ന് പറഞ്ഞിട്ട് 2,000 പോകുന്നുണ്ട്. അതേപോലെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഇതൊക്കെ ഓരോരുത്തർക്ക് ചോയ്സ് ഉള്ള കാര്യങ്ങളായിരിക്കും ഈ പെൻഷൻ സ്കീം വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നെറ്റ് പേ വന്നിരിക്കുന്നത് 30,424 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ സാലറി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എന്നിരുന്നാലും ഒരു KW ഓപ്പറേറ്റർക്ക് ലഭിക്കുന്ന സാലറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പേ സ്ലിപ്പിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ KW ഓപ്പറേറ്റർ തസ്തികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ഈ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായി ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാര്യം എന്ന് പറയുന്നത്, KW ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, കൺവീനിയന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സെക്ഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയിലെ ഈ ഒരു ഓപ്പറേറ്റർ തസ്തിക നിലവിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് പോയി വരാവുന്ന ദൂരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതേപോലെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളതും ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് നിങ്ങൾ മറ്റൊരു എക്സാമിന്റെ പ്രിപ്പറേഷനൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ പോസ്റ്റിൽ തന്നെയായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ബിടെക്, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകളും ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അത്തരം ആളുകൾ വീണ്ടും മറ്റ് എക്സാംസുകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സോ എല്ലാ അർത്ഥത്തിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KW ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള, അതേപോലെ മികച്ച സാലറി ഉള്ള, ഒരു ഇനീഷ്യൽ സാലറിയിൽ നിന്ന് മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു ബിഗിനർ ലെവൽ ജോബായിട്ട് നിങ്ങൾക്ക് KW ഓപ്പറേറ്റർ തസ്തികയെ കാണാം. ഒരുപാട് കാലം അതിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ KW ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസുകൾ ചെയ്യുമ്പോൾ എന്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ഇതൊന്നും വരാൻ പോകുന്നില്ല, ഇത് വരില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അടുത്ത ചോദ്യമാണ്, എന്നാ എക്സാം വരിക, എപ്പോഴാ എക്സാം വരിക എന്നുള്ളതാണ് അല്ലേ.
അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരൊറ്റ ഉത്തരവാണ്, 2026 നിങ്ങൾ ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കുക. അപ്പൊ KW ഓപ്പറേറ്റർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എൻട്രിയിൽ തുടരുകയാണ്. അപ്പൊ KW ഓപ്പറേറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ 2026 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞു കഴിഞ്ഞല്ലേ. അതായത് സമയം പോകുന്നത് നമ്മൾ അറിയാൻ അത്രയും വേഗതയിലാണ് എന്താണ് ഈ സമയത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 2026 നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതല്ല 2026 നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അത് എൻട്രിയോടൊപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ടെക്നിക്കൽ ജോബിലേക്ക് എത്തിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. സോ എൻട്രി ആപ്പിനോടൊപ്പം പ്രിപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.